Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. മഹത്വം കർത്താവിന് കൊടുക്കാം. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. സന്തോഷത്തോടെ ഹല്ലേലൂയ. Hallelujah. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൻ്റെ 141 അധ്യായത്തിൻ്റെ 5 തിരുവചനം, എൻ്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. സങ്കീർത്തനം 141 5 വചനത്തിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് സങ്കീർത്തനം 141 ഒരു പ്രാർത്ഥനയാണ്. നിന്റെയും എൻ്റെയും പ്രാർത്ഥനയാണ്. ദൈവമേ, ഞാൻ തിന്മയിലേക്ക് വീഴാതിരിക്കാൻ എന്നെ കാക്കണം. ദുഷ്ടൻ എൻ്റെ മേൽ ആധിപത്യം പുലർത്താൻ എന്നെ അനുവദിക്കല്ലേ. ഒരു വിശ്വാസിയുടെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഹൃദയം തുറന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ വചനം. എന്നാൽ അതോടൊപ്പം തന്നെ ആ പ്രാർത്ഥനയിലൂടെ തന്നെ കർത്താവ് വലിയൊരു സന്ദേശം ഈ വചനത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, we all are on the process of formation. We are all on the way of probation. ഈ ഒരു വസ്തുത നാം മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ തിരുത്തലുകളിലൂടെ കടന്നു പോകണം. പരിശീലനത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകണം. നമുക്കൊക്കെ തിരുത്തലുകൾ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, തിരുത്തലുകൾ ആവശ്യമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ പ്രൊഫസറോ നമ്മുടെ ടീച്ചർ നമ്മളെ തിരുത്തണം. അതല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചു, മക്കളെ ശിക്ഷിച്ച് വളർത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലായിരിക്കുമ്പോൾ മാതാപിതാക്കൾ നമ്മളെ സഹായിക്കും, നമ്മളെ തിരുത്തും. തിരുത്തലിന്റെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുക. സഭയിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ വിധത്തിൽ നാം ഓരോരുത്തരും ഒരു തിരുത്തലിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകണമെന്ന് കർത്താവ് പറയാ. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില മനുഷ്യര്, ഇനിയിപ്പോൾ എന്നാരും തിരുത്താൻ വരണ്ട, എന്നാരും കറക്റ്റ് ചെയ്യാൻ വരണ്ട. അങ്ങനെയുള്ള മനസ്സിന്റെ മനോഭാവം മാറണം പ്രിയപ്പെട്ടവരെ. എന്നാലേ നമ്മൾ വളരുള്ളൂ. നമ്മളൊക്കെ പരിപൂർണതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാ. നമ്മളാരും പൂർണ്ണരല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് മാത്രമാണ് പൂർണ്ണതയുള്ളത്. നമ്മൾ ഓരോരുത്തരെ കർത്താവ് പരിപൂർണതയിലേക്ക് വിളിക്കുക. നമ്മളൊക്കെ ജീവിതത്തിലൂടെ, അനുദിന ജീവിതത്തിലൂടെ ഈ പരിപൂർണതയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ കർത്താവിന്റെ വചനം നമ്മളെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കട്ടെ, നമ്മളെ തിരുത്തട്ടെ, നമ്മൾ നേരായ വഴിയിലൂടെ ചരിക്കാൻ പ്രാപ്തരായി തീരുന്ന ഒരു അഭിഷേക വചനത്തിലൂടെ കർത്താവ് നമുക്ക് തരാണ്. കർത്താവായ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തിരുത്തലുകൾ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ, കുടുംബത്തിലാകട്ടെ, സ്കൂളിലാകട്ടെ, കോളേജിലാകട്ടെ, ശുശ്രൂഷ മേഖലകളിലാകട്ടെ, സഭയിലാകട്ടെ, ഞങ്ങൾക്ക് തിരുത്തലുകൾ വരുമ്പോൾ, തിരുത്തലുകൾ ലഭിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ മർക്കടമുഷ്ടി സ്വഭാവം നിന്റെ അധികാരമുള്ള നാമത്തിൽ, പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ബെനഡിക്ട് മിഖായേലിന്റെ മാധ്യസ്ഥത്തിൽ, സകല വിശുദ്ധ മാലാഖ വൃന്ദങ്ങളുടെ മാധ്യസ്ഥത്തിൽ അങ്ങനെയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തെ വിട്ടുമാറി പോകട്ടെ. മർക്കട സ്വഭാവം വീട്ടൊടിഞ്ഞു പോകട്ടെ. ഞാനെന്നുള്ള ഭാവം വീട്ടൊടിഞ്ഞു പോകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു യേശുവിൻ തിരുനാമത്താൽ. രോഗങ്ങൾ സൗഖ്യമായി മാറിടുന്നു യേശുവിൻ തിരുനാമത്താൽ. ശാപങ്ങൾ നീങ്ങിപ്പോയിടുന്നു യേശുവിൻ തിരുനാമത്താൽ. അത്ഭുത വിടുതൽ സംഭവിക്കുന്നു യേശുവിൻ തിരുനാമത്താൽ. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു യേശുവിൻ തിരുനാമത്താൽ. രോഗങ്ങൾ സൗഖ്യമായി മാറിടുന്നു
യേശുവിൻ തിരുനാമത്താൽ ശാപങ്ങൾ നീങ്ങിപ്പോയിടുന്നു. യേശുവിൻ തിരുനാമത്താൽ അത്ഭുത വിടുതൽ സംഭവിക്കുന്നു. യേശുവിൻ തിരുനാമത്താൽ ശാപങ്ങൾ നീങ്ങിപ്പോയിടുന്നു. യേശുവിൻ തിരുനാമത്താൽ അത്ഭുത വിടുതൽ സംഭവിക്കുന്നു. യേശുവിൻ തിരുനാമത്താൽ യേശുവിൻ തിരുനാമത്താൽ